ഈ വേനൽക്കാലത്ത് നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ് സൺബേൺ. ഒരു സൺബേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെ തിരിച്ചറിയും? കടുത്ത ചുമപ്പോട് കൂടിയ പാടുകളോ അല്ലെങ്കിൽ തടിപ്പുകളോ നീർവീക്കമോ ചിലർക്ക് കുമളകളായിട്ടോ ദേഹത്ത് പ്രത്യക്ഷപ്പെടാവുന്നതാണ്. ഏറ്റവും പ്രധാനമായിട്ടും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറയുന്നത് നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഞാൻ ഡോക്ടർ ഹെലീന പീറ്റർ, അടൂർ റിഹ സ്കിൻ കെയർ ക്ലിനിക്കിൽ ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഈ വേനൽക്കാലത്ത് നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ് സൺബേൺ. അൾട്രാവയലറ്റ് രശ്മിയിൽ നിന്നുണ്ടാകുന്ന സൺബേണിനെ നമുക്ക് എങ്ങനെ ഒരു പരിധിവരെ തടയാമെന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായിട്ട് രാവിലെ 10 മണിക്കും 4 മണിക്കും ഇടയ്ക്കുള്ള കടുത്ത വേനൽ സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക. നമ്മുടെ വീടുകളിലാണ് നാം നിൽക്കുന്നതെങ്കിൽ വീടിനുള്ളിൽ തന്നെ ഇൻഡോറിൽ തന്നെ സ്റ്റേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല നമ്മുടെ ജോലി സ്ഥലത്താണെങ്കിൽ അവിടെ തന്നെ തങ്ങുക. 10 മണിക്കും 4 മണിക്ക് ഇടയ്ക്കുള്ള സമയത്ത് അമിതമായിട്ട് പുറത്തേക്ക് സഞ്ചരിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 2, നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആയി സൂക്ഷിക്കുക. ധാരാളം വെള്ളം കുടിക്കണം. കഴിവതും തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ. വെള്ളം കുടിക്കുന്നതിൽ യാതൊരു മടിയും വിചാരിക്കരുത്. മൂന്നാമതായിട്ടുള്ളത് നമ്മുടെ ശരീരം തണുപ്പിച്ച് സൂക്ഷിക്കുക. അതായത് ഒന്നിൽ കൂടുതൽ തവണ കുളിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനമായിട്ടും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറയുന്നത് നമുക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. സൺസ്ക്രീൻ SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 അതിൽ കൂടുതലുള്ളതായ സൺസ്ക്രീൻ നമ്മൾ പുറത്തേക്ക് പോകുന്നതിന് 20 മിനിറ്റ്സ് ബിഫോർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സൺ എക്സ്പോസ്ഡ് ആവുന്ന എല്ലാ ഏരിയകളും കവർ ചെയ്യേണ്ടതാണ്. ഈ സൺസ്ക്രീൻ നമുക്കൊരു 3 മണിക്കൂറിന് ശേഷം റീഅപ്ലൈ ചെയ്യാവുന്നതുമാണ്. നമ്മൾ സൺസ്ക്രീൻ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ഓർക്കുക, ഈ ഒരു കാലാവസ്ഥയായതുകൊണ്ട് സ്വെറ്റ് റെസിസ്റ്റന്റും വാട്ടർ റെസിസ്റ്റന്റുമായിട്ടുള്ള ജെൽ ടൈപ്പ് സൺസ്ക്രീൻസ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓരോരുത്തരുടെയും സ്കിന്നിന് യോജിച്ച രീതിയിലുള്ള സൺസ്ക്രീൻ നമുക്ക് നമ്മുടെ ഒരു ഡെർമറ്റോളജിസ്റ്റിന്റെ ഹെൽപ്പോടുകൂടി തിരഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പുറത്തുകൂടെ സഞ്ചരിക്കുമ്പോൾ കഴിവതും ഷെയ്ഡുള്ള സ്ഥലത്ത് കൂടെ യാത്ര ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ നമ്മൾ കുട ചൂടി തന്നെ യാത്ര ചെയ്യുക. വാഹനത്തിൽ നമ്മൾ അമിത ദൂരം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ സൺഗ്ലാസ് ധരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പുറത്തുകൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്തോ പുറത്തെവിടെയെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബ്രോഡ് ബ്രിമ്മായിട്ടുള്ള ഒരു ഹാറ്റും കൂടി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതാണ്. ഒരു സൺബേൺ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതെങ്ങനെ തിരിച്ചറിയും? കടുത്ത ചുമപ്പോട് കൂടിയ പാടുകളോ അല്ലെങ്കിൽ തടിപ്പുകളോ നീർവീക്കമോ ചിലർക്ക് കുമളകളായിട്ടോ ദേഹത്ത് പ്രത്യക്ഷപ്പെടാവുന്നതാണ്. കൂടുതലും സൺ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ തന്നെയായിരിക്കും ഇത് കാണുന്നത്. മറ്റു ചിലരിൽ 1-2 ദിവസം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഏതാനും ചില മണിക്കൂറുകൾ കഴിയുമ്പോഴോ സ്കിൻ പീൽ ഓഫ് ആവുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സൺബേൺ വന്നു കഴിയുമ്പോൾ നമ്മൾ അമിതമായിട്ട് ടെൻഷൻ ആകേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ആക്കാനായിട്ട് നോക്കുക. തണലുള്ള പ്രദേശത്തേക്ക് നമ്മൾ മാറി നിൽക്കുക. എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറിനെ സമീപിക്കുക. ഓക്കെ, സ്റ്റേ ഹെൽത്തി. Skin Care Hospital.